നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസാധ്യ രുചിയിലുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടേസ്റ്റിലുള്ള മീൻകറിയാണ്. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നല്ല ഫ്രഷ് ആവോലി മീനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഈ മീൻകറി തയ്യാറാക്കാം. ഇതിപ്പോ 4 മീനുണ്ട്. അതിൽ 3 മീനെ ഞാൻ കറിക്ക് എടുക്കുന്നുള്ളൂ, ഒരെണ്ണം വറുക്കാനാണ്. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കൊടംപുളി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആ കൊടംപുളി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പൊ അതിനായിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി നാളികേരം ചിരകിയതും 2 ചുമന്നുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുഴുവൻ കുരുമുളകും, 1 ടേബിൾ സ്പൂൺ നിറച്ച് എരിവുള്ള മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ പുളി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ച അരപ്പ് പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്തിട്ട് അതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കറി എന്തോരം ലൂസാണ് അല്ലെങ്കിൽ എന്തോരം കുറുകിയിരിക്കണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ മീൻകറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. കോട്ടയം സ്റ്റൈൽ മീൻകറിയും ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അതീവ രുചികരമായിട്ടുള്ള ഒരു മീൻകറിയാണിത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും, ഒരു പച്ചമുളക് 3ആയിട്ട് കീറിയതുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണ്. ഗാർഡൻ വീഡിയോസിലൊക്കെ ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കുവാണ്. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി ഒന്ന് തിളച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറി തിളച്ചോ എന്ന് നോക്കാം. കറി ദേ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുവാണ്. കഷ്ണങ്ങൾ ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് നോക്കാം. നോക്കിയിട്ട് കുറവായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഷ്ണങ്ങളെല്ലാം അതിനകത്ത് മുങ്ങിക്കിടക്കണം. അപ്പൊ ഞാനൊന്ന് കയ്യിൽ വെച്ച് അതൊന്ന് താത്തു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് പാത്രം മൂടി വെച്ച് നമ്മളിനി അതൊന്ന് തിളപ്പിക്കണം. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം പാത്രം. അല്ലാതെ ഈ സമയത്ത് നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല. എന്നിട്ട് അത് വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കുവാണ്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് വീണ്ടും തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ സമയത്ത് അതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്നുകൂടെ നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്താണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വീണ്ടും സിമ്മിൽ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുവാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി കുറുകി മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഈ മീൻ വെച്ച് ഞാൻ വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി ഉണ്ടാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തു ഇത് ആവോലി മീൻ അല്ല എന്ന്. പക്ഷെ നമ്മളിവിടെ ലണ്ടനിലെ മീൻ മാർക്കറ്റിൽ നിന്ന് പോംഫ്രെറ്റ് അല്ലെങ്കിൽ ആവോലി എന്ന് എഴുതി വെച്ചേക്കുന്ന മീൻ വാങ്ങുന്നതാണ്. ഒരു പക്ഷെ നിങ്ങളുടെ നാട്ടിൽ അതിന് വേറെ പേരായിരിക്കും. മീൻകറി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു വറവൽ തയ്യാറാക്കുവാണ്. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ഉലുവയും ചേർത്ത് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് അതും കൂടെ ഒന്ന് ഫ്രൈ ആയപ്പോൾ നമ്മളത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. മീൻകറിയിലേക്ക് വറവൽ ചേർത്ത് കഴിഞ്ഞിട്ട് അതിനെ ഉടനെ മിക്സ് ചെയ്യല്, അതിനെ ഉടനെ സെർവ് ചെയ്യുകയും ചെയ്യല്. അതൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ആ വറവലിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ നമ്മുടെ കറിയിലേക്ക് പിടിക്കുന്നത്. ഇപ്പം നമ്മുടെ അസാധ്യ രുചിയിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെനിക്കൊരു ഷെഫ് പറഞ്ഞു തന്ന മീൻകറിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊരു പ്രാവശ്യമെങ്കിലും മീൻകറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.